പ്രൈസ് ദി ലോർഡ്. ദൈവനാമോത്തം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നോക്കൂ, കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ സ്വന്തം സഹോദരന്മാർക്കും കഴിഞ്ഞില്ല. യോഹന്നാൻ 1:9-10 വാക്യങ്ങളിൽ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം ഓർക്കുക, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തെയോ ഇതിലുള്ള സത്യത്തെയോ ലോകം അറിയുന്നില്ല. യാക്കോബ് 4:4 ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതായത് ക്രിസ്തുവിനും സുവിശേഷത്തിനും ലോകം ശത്രുവായിരിക്കും. ഇന്ന് പലയിടങ്ങളിലും നമുക്ക് ഈ കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ആരാധനാ സൗകര്യങ്ങൾ കുറഞ്ഞു വരുന്നു. ആരാധനയിൽ സുവിശേഷ വിരോധികൾ കടന്നു വന്ന് ദൈവദാസന്മാർ, ദൈവമാക്കൾക്കെതിരെ പീഡനങ്ങളും ഉപദ്രവങ്ങളും, അതായത് അവിടെയുള്ള ഓരോ സാധനങ്ങളും നാശനഷ്ടം വരുത്തി എല്ലാം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ലോകരക്ഷിതാവായി ഇവിടെ വന്നപ്പോൾ കൈക്കൊണ്ടില്ല എങ്കിൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് വചനം കേൾക്കുന്നവരിലും പലരെങ്കിലും ഇതുപോലെ തള്ളപ്പെട്ട അവസ്ഥയിൽ തൻ്റെ സ്വന്തം ഭവനത്തിൽ അല്ലെങ്കിൽ ഹല്ലേലൂയ പരിചരണം ലഭിക്കാതെ വരുന്നെങ്കിൽ നിങ്ങൾ നിരാശരാകേണ്ട. പല ജീവിത സന്ദർഭങ്ങളിൽ തള്ളിക്കളയുന്ന അവസ്ഥകൾ നേരിടേണ്ടി വന്നാലും നാം ഭാരപ്പെടരുത്. നോക്കൂ, കാരണം യേശുക്രിസ്തുവിനെയും സ്വന്തത്തിലുള്ളവർ കൈക്കൊണ്ടില്ല എന്ന് നാം വായിച്ചല്ലോ. ഹല്ലേലൂയ. നോക്കൂ, പക്ഷേ മനുഷ്യർ തള്ളിക്കളയുന്നതെങ്കിലും പിതാവായ ദൈവം നമ്മെ തള്ളിക്കളയുകയില്ല. നമ്മെ വേണ്ടും പോലെ സ്നേഹം തന്ന് നമ്മെ മാനിക്കുന്ന നമ്മുടെ അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക, യേശു നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നുവെന്ന് ഹല്ലേലൂയ 118-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്ക് തള്ളിക്കളയുന്നവരെ തേടി വരുന്ന നല്ലൊരു പിതാവ്, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. നോക്കൂ, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഹല്ലേലൂയ. നോക്കി, ഈ കല്ലാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷിക്കപ്പെടുവാൻ ഹല്ലേലൂയ കഴിയുകയുള്ളൂ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ദൈവം ഒരു പുതിയ ജനത്തെ പണിയുകയാണ് ചെയ്യുന്നത്. എഫെസ്യർ 2 ഹല്ലേലൂയ 20 നോക്കും, ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വന്തമായവർ തള്ളിക്കളഞ്ഞപ്പോൾ പിതാവായ ദൈവം തള്ളിക്കളഞ്ഞതിനെ ഏതു രീതിയിലും വേണ്ടുന്നത് പോലെ എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? യോഹന്നാൻ 15:18 ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ ഹല്ലേലൂയ തള്ളിക്കളയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, നമ്മുടെ അപ്പച്ചനെ പകയ്ക്കുന്നവരാണ് നമ്മെ പകയ്ക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, നാം ഓർത്ത് ഭാരപ്പെടേണ്ട ഒരാവശ്യമില്ല. 1 യോഹന്നാൻ 3:13 സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. ഹല്ലേലൂയ. നോക്കൂ, ആദ്യം തന്നെ നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, പകയ്ക്കുന്ന അവസ്ഥകൾ കടന്നു വന്നാൽ അതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുതെന്ന്. യഹോവയായ ദൈവം തൻ്റെ ജനത്തെ ഒരു നാളും കൈവിടുകയില്ല, തള്ളിക്കളയുകയുമില്ല. ദൈവികമായി നാം ബന്ധപ്പെട്ട് ജീവിക്കുവാണെങ്കിൽ നമ്മെ ഹല്ലേലൂയ ആരെല്ലാം പകച്ചാലും തള്ളിക്കളഞ്ഞാലും അത് നമുക്കൊരു വിഷയമാകുകയില്ല. ഹല്ലേലൂയ. ലോകത്തിലുള്ള യാതൊന്നിനും നമ്മെ തൊടുവാൻ സാധിക്കുകയില്ല. പ്രിയ മക്കളെ, നമ്മെ കാത്തുപരിപാലിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 13:5-6 വാക്യങ്ങളിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ.
ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് തുണയായി കർത്താവ് കൂടെയുള്ളപ്പോൾ, ഹല്ലേലൂയ, നോക്കൂ, മനുഷ്യർ പറയുന്ന ഓർത്ത് നാം പേടിക്കുകയും അതിൽ ഭാരത്തോടെ, ഹല്ലേലൂയ, ആകേണ്ടതായ ഒരാവശ്യവുമില്ല. നമുക്ക് ധൈര്യമായിട്ട് പറയാം, യഹോവ എനിക്ക് തുണയായുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്നും എന്നിൽ ചെയ്യുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഭൗതിക സമ്പത്തുകൾ എത്ര പരിമിതമായാലും, നമ്മുടെ സാഹചര്യങ്ങൾ എത്ര ഞെരുക്കമുള്ളതായിരുന്നാലും, ദൈവം നമ്മെ കൈവിടുമെന്നോ ഉപേക്ഷിക്കുമെന്നോ, ഹല്ലേലൂയ, നാം ഭയപ്പെടേണ്ട. ഉറപ്പും ധൈര്യവും ഉള്ളവരായി നിന്ന്, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരുന്നാൽ മതി. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, അതായത് കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും സന്ദർഭങ്ങളിൽ നമുക്ക് തുണയായി നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പച്ചനോട് പറ്റിച്ചേർന്നിരിക്കുന്ന മക്കളെ ഉണ്ടല്ലോ, അപ്പച്ചൻ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ച് അതിന്മേൽ, ഹല്ലേലൂയ, നമുക്ക് മറുപടി നൽകി തരുന്ന അപ്പച്ചനാണ്. ഹല്ലേലൂയ. എല്ലാവരും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത നല്ലൊരു അപ്പച്ചനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അപ്പനും അമ്മയും മറന്നുപോയ ദാവീദിനെ നാം എപ്പോഴും ഓർക്കണം. പ്രിയ ദൈവമക്കളെ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പ്രിയരെ, യഹോവ നമ്മെ ചേർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഒറ്റപ്പെടുവാൻ മാറുവാനിടയായിത്തീരും. യഹോവയെ അന്വേഷിക്കുന്നവരെ യഹോവ കണ്ടെത്തി വേണ്ടതായ നന്മകൾ നൽകിത്തരും. ഹല്ലേലൂയ. നോക്കൂ, കാട്ടിൽ ആടുകളെ മേഞ്ഞുകൊണ്ടിരുന്ന, ഹല്ലേലൂയ, മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെയാണ് അവിടെ എടുത്തുപയോഗിച്ചതെങ്കിൽ, പ്രിയ മക്കളെ, നിങ്ങൾ ഏത് നിലയിൽ ഇപ്പോൾ ആയിരിക്കുന്നോ ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തുവാൻ കർത്താപ്പച്ചന് കഴിയും. ഹല്ലേലൂയ. ഏത് നിമിഷത്തിലും കർത്താപ്പച്ചൻ നമ്മെ കരുതുന്ന അപ്പച്ചനാണ്. നമുക്ക് വേണ്ടി വഴിവാതിൽ തുറന്നു തരുന്ന അപ്പച്ചനാണ്. ഹല്ലേലൂയ. ദുർഘടങ്ങൾ മാറ്റിത്തരുന്ന അപ്പച്ചനാണ്. ഹല്ലേലൂയ. സ്വന്തത്തിലേക്ക് വന്നവർ, ഹല്ലേലൂയ, നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മെ തള്ളിക്കളയും. ഹല്ലേലൂയ. കൂടപ്പിറപ്പുകൾ നമ്മെ തള്ളിക്കളയും, എങ്കിലും എൻ്റെ അപ്പച്ചനുണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മെ ചേർത്തണയ്ക്കും. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. നോക്കി, യേശുവിനെ ആരെല്ലാം എവിടെയെല്ലാം അപമാനിച്ചോ അവിടെയെല്ലാം യേശു ക്രിസ്തുവിൽ കൂടി ശ്രുതി കേൾക്കുവാനിടയായി. പലവിധ അത്ഭുതങ്ങളെ അടയാളങ്ങൾ അവിടെ നടക്കുവാനിടയായി. നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, ബൈബിൾ കർത്താവിൻ്റെ വചനം എവിടെ നോക്കിയാലും കർത്താപ്പച്ചനെ ഉയർത്തുവാനിടയായി. നിന്നെ മാനിക്കുന്നവരെ, ഹല്ലേലൂയ, എൻ്റെ അപ്പച്ചനെ ആര്, ഹല്ലേലൂയ, ഉയർത്തുന്നോ അവരെ മാനിക്കുന്ന അപ്പച്ചനാണ്. ഹല്ലേലൂയ. നമ്മെ നിന്ദിതരാക്കി തീർക്കുവാൻ ഒരിക്കലും അനുവദിക്കില്ല. ഹല്ലേലൂയ. പിതാവായ ദൈവം തൻ്റെ പുത്രനെ മാനിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അതിനാൽ നമ്മെ ചേർത്തുകൊള്ളുന്ന അപ്പൻ്റെ കരത്തിൽ നമ്മെ തന്നെ പരമേൽപ്പിക്കാം. നമ്മെ കാത്തു പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടുന്ന നന്മകൾ തരുന്ന, നമുക്ക് വേണ്ടുന്ന ഓരോ ദിവസവും വേണ്ടുന്ന കാര്യങ്ങൾ നടത്തി തരുന്ന പിതാവിൻ്റെ കരങ്ങളിൽ നമ്മെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. സ്വന്തമായവർ, നമ്മുടെ കൂടെ നടക്കുന്നവരെല്ലാം തള്ളിക്കളഞ്ഞാട്ടെ. ഹല്ലേലൂയ. എങ്കിലും തള്ളിക്കളയാത്ത അപ്പച്ചൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തയോടെ ആയിത്തീരാം. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വസ്തയോടെ മുന്നേറാം. നമ്മുടെ, ഹല്ലേലൂയ, ഓരോ ദിവസവുമുള്ള നോട്ടം ക്രൂശിങ്കിലേക്കായിരിക്കണം. ഹല്ലേലൂയ. സ്ഥിരതയോട് ഓടുന്നവരായിരിക്കണം. ദൈവമുഖത്തേക്ക് നോക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ഓരോ ദിവസവും നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ.